ഇന്ത്യ സഖ്യത്തിന്റെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി പ്രഖ്യാപനം നാളെ ഉണ്ടാകുമെന്നാണ് സൂചന. ഇന്ന് ചർച്ച നടന്നെങ്കിലും രണ്ടിലധികം പേരുകൾ ഉയർന്നു വന്നു. എല്ലാ നേതാക്കളുടെയും അഭിപ്രായം തേടി നാളെ രാവിലെ വീണ്ടും ഒരു കൂടിയാലോചന നടക്കും. അത് നേരിട്ടാവണമെന്നില്ല, ഫോണിലൂടെയോ പാർലമെന്റിൽ പ്രധാന നേതാക്കൾ നേരിട്ടോ ആയാലും മതി. അതിനുശേഷം ഉച്ചയോടെ ഈ പ്രഖ്യാപനം ഉണ്ടാകും. ഏറ്റവും പ്രധാനമായി മയിൽസ്വാമി അണ്ണാദുരൈയുടെ പേര് തന്നെയാണ് ഉയർന്നു വന്നത്. അദ്ദേഹം സ്റ്റാലിനുമായിട്ടും കരുണാനിധി കുടുംബവുമായിട്ടൊക്കെ വളരെ അടുത്ത ബന്ധമുള്ള ആളാണ്. മാത്രമല്ല ഇസ്രോയുടെ മുൻ ഡയറക്ടർ കൂടിയാണ്. മറുഭാഗത്ത് NDA സ്ഥാനാർത്ഥിയായി വരുന്ന CP രാധാകൃഷ്ണൻ തമിഴ്നാട് സ്വദേശിയാണ്. അതുകൊണ്ട് തന്നെ ഈ മയിൽസ്വാമി അണ്ണാദുരൈയുടെ സ്ഥാനാർത്ഥിത്വം വരികയാണെങ്കിൽ അതിലൂടെ DMK ഒരു രാഷ്ട്രീയ ഫൈറ്റിനല്ല ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യമാണ് വ്യക്തമാകുന്നത്. DMK എന്തായാലും പ്രതിരോധത്തിലായിട്ടുണ്ട്, സമ്മർദ്ദത്തിലായിട്ടുണ്ട്. പ്രത്യേകിച്ചും ഒരു തമിഴ്നാട് സ്വദേശിയെ തന്നെ NDA സ്ഥാനാർത്ഥിയാക്കിയതോടുകൂടി തന്നെ. അതുകൊണ്ട് പ്രതിപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി DMKയിൽ നിന്ന് വേണമെന്നുള്ള ആവശ്യം കൂടി ഉയരുന്നുണ്ട്. പല പേരുകളും പരിഗണിക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട നേതാവിൻ്റെ തിരിച്ച് ശിവ. എന്നാലും അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയായി പരിഗണിക്കുകയാണെങ്കിൽ, പ്രഖ്യാപിക്കുകയാണെങ്കിൽ മുൻകാലത്തുള്ള അദ്ദേഹത്തിനെതിരെ അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ വ്യക്തിപരമായിട്ടുള്ള പല ആരോപണങ്ങളും വിവാദങ്ങളും വീണ്ടും ഉയരാൻ സാധ്യതയുള്ളത് കൊണ്ട് ബദൽ പേരുകളും ഇപ്പോൾ ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ്. പല പേരുകളും ആലോചിക്കുന്നുണ്ട്. നാളെ ഉച്ചയ്ക്ക് ശേഷം ആ പ്രഖ്യാപനം ഉണ്ടാകും. ഓഗസ്റ്റ് 21 തന്നെയാണ് സ്ഥാനാർത്ഥി പത്രിക അത് സമർപ്പിക്കേണ്ട അവസാന തീയതി. സെപ്റ്റംബർ 9 ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പ് നടക്കുകയും ചെയ്യും. ഡൽഹിയിൽ നിന്നും അർജുൻ പീതാംബരൻ, മാതൃഭൂമി ന്യൂസ്.